ഈ രത്നം ഇത് ജ്യോതിശാലയാണ്. ജ്വല്ലറി തൊട്ടപ്പുറത്തുണ്ട്. അല്ല, ഈ ജ്യോതിഷം രത്നം. എടോ, ഇത് രത്നവും പവിഴവും ഒന്നും അല്ല. ജ്യോതിഷ രത്നം ബിനു. ബിനു ആളില്ലേ? ഉണ്ട്, പറഞ്ഞു. അല്ല, ആള് വരട്ടെ. ആള് വേറെ വരാനുണ്ടോ? അല്ല, ഈ മറ്റേ ജ്യോതിഷം നോക്കാൻ ബിനു. എടോ, ഞാൻ തന്നെ ആടോ ജ്യോതിഷ രത്നം ബിനു. പറഞ്ഞോള്. അല്ല, ബിനു അത് അച്ഛനും അമ്മയും പണ്ട് പിള്ളേരില്ലാഞ്ഞിട്ട് ഒരു 10 ഉരുളി നിറഞ്ഞു. 9 ഉരുളി കമത്തി കഴിഞ്ഞപ്പോ കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു. ഞാൻ പരിപാടി അങ്ങ് നിർത്തി. ഞാൻ ഉണ്ടായതാണേ ഞാനാ. ഞാൻ കണ്ടുപിടിച്ച പേരങ്ങ് എനിക്കിട്ടു. അങ്ങനെ ജ്യോതിഷരത്നം ബിനു. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞെങ്കിൽ വന്ന കാര്യം പറഞ്ഞോള്. അല്ല, എന്നാലും എന്തോ ഒരു കുറവ്. ഇനി പറയാ. ഇപ്പൊ മീറ്റർ കറക്റ്റായി. ഈ കാവടി ഒന്ന് നോക്കണം. സാധ്യല്ല, ഉത്സവം കഴിഞ്ഞിരിക്കണു. ഇനി കാവടി കാണണമെങ്കിൽ അടുത്ത വർഷമാവണം. അതല്ല, ഈ ഷൂ അനാവശ്യം പറഞ്ഞ മുട്ടുകാലല്ലേ ഓടിക്കും ഞാൻ. അല്ല, ഈ മറ്റേ മാക്കാശു, ഇത് മറ്റേ കാവടി അല്ലടോ, കുംഭകോടം. ഏഭ്യ, അത് കാവടി. അത് നോക്കണം. നോക്കിയാ മതിയോ? അല്ല, സമയം തീരെ ശരിയല്ല. ഒന്ന് വെച്ച് സമയം നോക്കണം. അതിനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നേ. പറയ അതല്ല, പറയുക എന്നാണ് പറഞ്ഞത്. തീരെ സമയം ശരിയല്ല ജ്യോതിഷ. അതിനിത് ഈ ക്ലോക്ക് ഒന്ന് മാറ്റിയാ പോരെ? അതന്നെ ഇപ്പൊ അടിച്ച സാധനം ഇവിടെ കിടന്ന് ചീഞ്ഞ് അളിഞ്ഞ് സ്മെല്ല് വരണ്ട. പോണ വഴിക്ക് കളഞ്ഞോ, അതിലെടുത്ത് വെച്ചത്. വന്ന കാര്യം പറയുക. അതാ പറഞ്ഞത്. ഈ അഷ്ടമശനി വ്യാഴനുമായിട്ട് കൂട്ടത്തിലൊരു പരിപാടിയുണ്ട്. അതിന്റെ മടുപ്പാന്നാ പറയണേ. പിന്നെ പോരാത്തതിന് ഈ രാശിക്കാരെ കന്നി രാശിയുണ്ട്. പട്ടിയെ പോലെ പണിയെടുക്കണമെന്ന് പറയുന്നുണ്ട്. എന്നൊരു 500 രൂപ തന്നേക്കാം. അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, പറയാനുള്ളല്ലാണ്ട് ഞാൻ പറഞ്ഞിരുന്നോ? എന്താ മൊഴിയ? ആ ഫീസിങ് കയറുവാണ് എനിക്ക് അടുത്ത ആളെ നോക്കായിരുന്നു. അത് ഈ മറ്റേ കാണാൻ പോയി ഒരു യൂട്യൂബിൽ പറഞ്ഞത് നോക്കിയിട്ട് വന്നാ. ഇവിടെ വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പറഞ്ഞാൽ മതിയല്ലോ. കാണാപ്പാടം പഠിച്ച് ഇവിടെ വന്ന് പറഞ്ഞ് ഇമ്പോസിഷൻ കുറയ്ക്കാൻ ഇത് സ്കൂളൊന്നും അല്ല, എന്റെ ജ്യോതിശാലയാണ്. തങ്ങള് പറഞ്ഞോളൂ. ഞാൻ ആരായേട്ടാ? കുറച്ചു മുമ്പ് ജ്യോതിഷം, ഇപ്പൊ തങ്ങള്. അല്ല, തങ്ക് സ്ലിപ്പായതാ. താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഇതെന്നെ കടല? ഓ, ഒന്നും പറയണ്ടെന്നേ. കഴിഞ്ഞ ദിവസം തൊട്ടപ്പുറത്തെ കപ്പലണ്ടി വിൽപ്പനക്കാരൻ ഇവിടെ വന്നായിരുന്നു ജ്യോതിഷം നോക്കാനായിട്ട്. പോയ പോക്കിന് അയാൾ എന്റെ കബഡി അടിച്ചോണ്ടാ പോയത്. കപ്പലണ്ടി പറക്കുമ്പോ ചൂട് നിൽക്കും എത്രയും. എന്നിട്ട് പുള്ളി പറഞ്ഞത് ശരിയാ. ഞാനും പുറത്ത് നോക്കി, നല്ല ചൂട് നിൽക്കണുണ്ട്. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു പറ. അതിനല്ലേ കടല. കവടിയും നോക്കാം, വിശന്ന് തിന്നുകയും ചെയ്യാം. ഒരു പ്രശ്നമുണ്ട്. ആരൂടെ മറഞ്ഞിരിക്കണു ഇവിടെ. എടാ ഗോപി, നിന്റെ തലവട്ടം കണ്ടത് എനിക്ക് പ്രശ്നം. നീയാണ് മര്യാദക്ക് ഇറങ്ങി വന്നു. എടോ, താൻ ഒച്ച വെക്കാതെ താൻ ഇവിടെ ഇരിക്കേ. ആരാണ്ടാ മറിഞ്ഞിരിക്കണെന്ന് പറഞ്ഞ? ആ കൂട് കയ്യിലുണ്ടോ? ഉണ്ട്. എന്നാ ഇപ്പൊ പറഞ്ഞതും കൂടെ ആ കൂട്ടേ കിട്ടോ. ഇവിടെ കിടന്ന് പുഴുത്ത് നാറും. എടോ, ആരൂഢ മറിഞ്ഞിരിക്കുന്നെന്നാ പറഞ്ഞേ. അപ്പൊ നോക്കിട്ട് അങ്ങ് തെളിയുന്നില്ല. ഞാനെങ്കിലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. അപ്പോഴത്തേനും തെളിവായിരിക്കല്ലോ. 10 മിനിറ്റ് കഴിഞ്ഞ് തെളിയാനിത് കലക്കവെള്ള അല്ല, കബഡിയാണ്. ഇപ്പോഴും ഏതാണ്ടൊക്കെ തെളിയുന്നുണ്ട്. ആ തെളിയുന്നതിന്റെ ഇടയ്ക്കൂടെ ഒന്ന് ഓട്ടക്കണ്ണിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ? പേര്, നാള്, ജനനസമയം തന്നോളുക. വേലായുധൻ, വയസ്സ് 55, BP 170/90, ഷുഗർ 300.
കൊളസ്ട്രോള് 400. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. അതൊക്കെ ഇതിലറിയാൻ പറ്റുമോ? അത് മാത്രമല്ല, ഇയാൾ ഉടനെ മരിച്ചും പോകും. ദൈവമേ, അത് ഇതിനകത്തുണ്ടോ? അത് ഇതിൻ്റെ അകത്തില്ല, താൻ തന്ന പ്രിസ്ക്രിപ്ഷനിലുണ്ട്. എടോ, ഇത് ഇതിന്റെ പ്രിസ്ക്രിപ്ഷൻ ആണ്, മണ്ട. അത് വരുന്ന വഴിക്ക് ലാബിൽ കയറിയായിരുന്നു, അപ്പം മാറിപ്പോയതാ. ഇത് കറക്റ്റാ, ഇത് കറക്റ്റാ. ഇത് നോക്കിക്കോ. കല്യാണ ഭാഷാണഭൂഷണെ അതികേവലം ജീവിതമാർഗം. മനസ്സിലായില്ല എനിക്കും. അല്ല, ഇയാളുടെ കാര്യം ഇച്ചിരി കഷ്ടമാണ്. കല്യാണം കഴിക്കണമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതൂടെ അങ്ങോട്ട് പിടിച്ചേ. ഇത് നേരത്തെ നിന്നതിന്റെ കൂട്ടത്തിൽ കൂടുവോ? ഇല്ല. എന്നാ ഈ വരുന്ന 28-ന് 10-നും 10:05-നും അഭിമുഹൂർത്തമുണ്ട്. പിടിച്ചു കെട്ടിക്കുക, അവൻ അനുഭവിക്കട്ടെ. മോനാണല്ലേ? അതെ, മോനാണ്. എന്റെ അല്ല, അപ്പുറത്തെ വീട്ടിലെ. ഇവനെ ഇനിയേലും കെട്ടിച്ചു വിട്ടില്ലേ എന്റെ ഭാര്യനെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി കാണേണ്ടി വരും. വളരെ നന്ദിയുണ്ട് എന്റെ രത്നം. അല്ല, ജ്യോതിഷ.